ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. സമായാവി വിഷ്ണുർ ഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ നദൻ ക്വാസൗ ക്വാസാവിതി സമുനിനാദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദകാത്. ഇനി നമുക്ക് ആ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ ശ്രീ നാരദ മഹർഷിയും ആ ഹിരണ്യാക്ഷനുമായിട്ട് നടന്ന സംവാദത്തിൻ്റെ ചില ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞിരുന്നു, ഭഗവാനെ നിന്ദിച്ചു, ഹിരണ്യാക്ഷനെ വളരെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞത്, എങ്ങനെയാണ് ആ ഹിരണ്യാക്ഷനെ ഭഗവാന്റെ പരിപൂർണ വൈരിയാക്കി മാറ്റിയത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ ഇപ്പോൾ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്ന. നമുക്ക് നോക്കാം. സ എന്നാൽ സഹ, ആ എന്നുള്ള അർത്ഥം. മായാവി, ഇത് നാരദ മഹർഷി പറയുന്നതാണ്. മായാവി, മായാവിയായ, ജാലവിദ്യക്കാരനായ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് എന്താണ്, എങ്ങനെയാണ് തൻ്റെ ലീലകൾ എപ്പോഴാണ് ആടുക എന്ന് ആർക്കും പറയാനാവില്ല. മായാവിയാണ് ഭഗവാൻ. എന്തെല്ലാം വേഷങ്ങൾ, എന്തെല്ലാം ലീലകൾ ഭഗവാൻ ആടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മായാവിയായിട്ടുള്ള വിഷ്ണുർ ഹരതി, വിഷ്ണുഹു ഹരതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിഷ്ണുർ ഹരതി. വിഷ്ണുഹു എന്നാൽ ആ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ. ഹരതി, ഹരതി എന്നാൽ ഹരിച്ചു കൊണ്ടുപോകുന്നു, തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു. എന്താ? ഭവദീയാം, അങ്ങയുടെ, വസുമതീം, ഭൂമിയെ, പ്രഭോ, പ്രഭോ എന്നാൽ അല്ലയോ രാജാവേ. ഹിരണ്യാക്ഷനാണ് ഇപ്പോൾ അവിടെ രാജാവ്, അതുകൊണ്ട് പറയാണ് അല്ലയോ രാജാവേ. കഷ്ടം കഷ്ടം, ഇതെന്ത് കഷ്ടമാണ്. അങ്ങയുടെ ഭൂമിയാണ്, അങ്ങയുടെ ഭൂമിദേവിയെ ദാ ആ മായാവിയായ ആ മഹാവിഷ്ണു വന്നിട്ട് തട്ടിയെടുത്തിട്ട് പോവുകയാണ്. കാരണം ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. എന്ത്? രസാതലത്തിൻ്റെ അടിയിൽ ഹിരണ്യാക്ഷൻ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭൂമിദേവിയെ ഭഗവാൻ ദാ എടുത്തിട്ട് വരുന്നുണ്ട് എന്ന് നാരദ മഹർഷി ഇവിടെ വന്ന് മുന്നേക്കൂട്ടി ഹിരണ്യാക്ഷനെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങയുടെ ഭൂമിയാണ്, ഭൂമിദേവിയെ ദാ ഇപ്പോൾ ആ മായാവിയായ വിഷ്ണു പോയി എടുത്തിട്ട് വരുന്നു എന്ന്. ഇത് മായാവിയാണ് എന്നുകൂടി എടുത്തു പറയാൻ കാരണം ഇനിയും ഹിരണ്യാക്ഷൻ്റെ മുൻപിൽ കാണാൻ പോകുന്ന ഭഗവാന്റെ രൂപം ഹിരണ്യാക്ഷൻ ഇത്ര കാലവും കണ്ടിരുന്ന രൂപമായിരുന്നില്ല. അത് ഈ ജന്മത്തിൽ ദാ ഇപ്പോൾ കാണാൻ പോകുന്നത് ഭഗവാന്റെ ഒരു മായാവി രൂപം തന്നെയാണ്. അതുകൊണ്ടാണ് അത് മുന്നേ കൂട്ടി പറയുക, ആ മായാവിയായ വിഷ്ണു വന്നിട്ട്, അതായത് വൈകുണ്ഠലോകത്തിൽ ആ ഹിരണ്യാക്ഷൻ ജയവിജയന്മാരായിരുന്നപ്പോൾ കണ്ടിരുന്ന ആ ഭഗവത് രൂപമല്ല ഇപ്പോൾ കാണാൻ പോകുന്നത് എന്നൊരു മുന്നേ കൂട്ടി ഒരു സൂചന കൊടുക്കുകയാണ്.
ആ മായാവിയായ മഹാവിഷ്ണു, അല്ലയോ രാജാവേ, അങ്ങയുടെ ആ ഭൂമിദേവിയെ ദാ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ഇതെന്ത് കഷ്ടമാണ്. കിം ഇതമിതി, കിം ഇതം ഇതി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കിമിതമിതി. കിം എന്നാൽ എന്താണ്, ഇതം ഇത്, ഇതി എന്ന. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ, ഇതെന്ത് കഷ്ടമാണ് അല്ലയോ രാജാവേ, അങ്ങയുടെ ഭൂമിദേവിയെ, അങ്ങയുടെ സ്വന്തമായിട്ടുള്ള ഒന്നിനെ, അങ്ങ് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒന്നിനെ ഒരു ജാലവിദ്യക്കാരനായ ഒരു മായാവിയായ ആ മഹാവിഷ്ണു വന്ന് ഹരിച്ചുകൊണ്ട് പോന്നു, തട്ടിയെടുത്തിട്ട് പോന്നു. ഇതെന്ത് കഷ്ടമാണ്, ഇതെന്താ ഇങ്ങനെ രാജാവേ എന്ന്. അതായത് അത് പറയുമ്പോൾ ഹിരണ്യാക്ഷൻ്റെ ഉള്ളിലെ ആ അഹങ്കാര ബുദ്ധി വീണ്ടും തിളച്ചു മറിയുമെന്ന് നന്നായിട്ട് ശ്രീ നാരദ മഹർഷിക്ക് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ വന്ന് പറഞ്ഞത്. ഇതി എന്ന തേനാഭിഗതിതഃ, തേന അഭിഗതിതഃ, തേന എന്നാൽ ആ ശ്രീ നാരദ മഹർഷിയാൽ, അഭിഗതിതഃ പറയപ്പെട്ടപ്പോൾ. അപ്പോൾ ശ്രീ നാരദ മഹർഷി ഇത്രയും വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നദൻ, നദൻ എന്നാൽ വളരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട്, ആര്, ആ ഹിരണ്യാക്ഷൻ വളരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട്. എന്താ അലറിയേ? ക്വാസൗ ക്വാസാവിധി സമുനിനാദർശിത പഥോ. ഇത് കുറച്ചധികം വാക്കുകളുണ്ട്, നമ്മൾ ചെറിയ ചെറിയ പദങ്ങളായിട്ട് അർത്ഥം നോക്കാം. ക്വാസൗ, ആദ്യത്തെ ഇത് പറയാം. ക്വാസൗ ക്വാസാവിധി, അവിടെ ക്വാസൗ ക്വാസൗ ഇതി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് അത് തന്നെ ക്വാസൗ ക്വാസാവിധി. ഇനി ക്വാസൗ എന്നുള്ളത് തന്നെ ക്വ അസൗ ആണ്. അപ്പോൾ ഇവിടെ 2 ക്വാസൗ പറയുന്നുണ്ട്, ഒരേ കാര്യം. ക്വാസൗ ക്വാസൗ ക്വ അസൗ ക്വ അസൗ എന്നിങ്ങനെ നമ്മൾ ആവർത്തിച്ചു പറയുമ്പോൾ അതിൻ്റെ ആ ഒരു തൻ്റെ ഉള്ളിലെ അഹങ്കാര ബുദ്ധിയുടെ ആ ഒരു തിളപ്പ, അഥവാ അത് പുറത്തേക്ക് എത്ര ഇതിലാണ് വമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വാക്കുകളുടെ ആവർത്തനം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഒരു തവണ ആ ഒരു സാവകാശം അല്ലെങ്കിൽ ഒരു മയത്തോടു കൂടി ചോദിക്കുകയായിരുന്നില്ല നാരദ മഹർഷിയോട്. ചോദിച്ച ക്വാസൗ ക്വാസൗ, അവിടെ ആ ഒരു അഹങ്കാരത്തിൻ്റെ നേർക്കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്താ ചോദിച്ചത്? ക്വ അസൗ, ക്വ എന്നാൽ എവിടെ, അസൗ അവൻ, അതായത് ആ വിഷ്ണു എവിടെ, എവിടെ അവൻ, എവിടെ അവൻ എന്നിങ്ങനെ. അതാണ് 2 തവണ ക്വാസൗ ക്വാസൗ, ആ വിഷ്ണു എവിടെ, അവൻ എവിടെ, അവൻ എവിടെ എന്നിങ്ങനെ അലറിക്കൊണ്ട്. സ എന്നാൽ സഹ, ആ ഹിരണ്യാക്ഷൻ, മുനിന നാരദ മഹർഷിയാൽ, ആ ശ്രീ നാരദ മുനിയാൽ, ദർശിത പഥ, ദർശിത എന്നാൽ കാണിച്ചു കൊടുത്ത, പഥ വഴിയിലൂടെ, ഭവന്തം, ഭവന്തം എന്നാൽ അങ്ങയെ, സംപ്രാപധരണിധരമുദ്യന്തമുദകാത്, സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദകാത്, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് സംപ്രാപധരണിധരമുദ്യന്തമുദകാത്. സംപ്രാപത് എന്നാൽ പ്രാപിച്ചു അല്ലെങ്കിൽ സമീപിച്ചു. ആരെ? ധരണിധരം, ധരണി എന്നാൽ ഭൂമി, ധരം ധരിക്കുക, ഭൂമിദേവിയെ ധരിച്ചുകൊണ്ട്, അതായത് എടുത്തുകൊണ്ട്, ഉദ്യന്തം, ഉദ്യന്തം എന്നാൽ ഉയർന്നു വരുന്ന, ഉദകാത്, ഉദകാത് എന്നാൽ ജലത്തിൽ നിന്നും. അപ്പോൾ ശ്രീ നാരദ മഹർഷി വന്നിട്ട് ഹിരണ്യാക്ഷൻ്റെ സ്വകാര്യ സ്വത്തായിരുന്ന, കാരണം ഹിരണ്യാക്ഷനായിരുന്നു അന്ന് രാജാവായി വാണുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള ആ ഭൂമിദേവിയെ, പക്ഷേ അത് ഭഗവാന്റെ പ്രിയ പത്നിയാണ്, തൽക്കാലത്തേക്ക് രാജാവായി വാഴുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊക്കെയുള്ള ഒരു പാഠമാണ്.
നമ്മളൊക്കെ ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലം ജീവിക്കുന്നതേയുള്ളൂ. ഈ അപ്പോഴേക്കും നമ്മളൊക്കെ ഭൂമിയും നമ്മുടെ ചുറ്റിനുമുള്ളതും നമ്മുടേത്, എൻ്റേത് എന്ന് നമ്മൾക്കൊക്കെ ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു അഹങ്കാരമൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥൻ സൃഷ്ടികർത്താവായ ഭഗവാൻ തന്നെയാണ്. ഇവിടെ ആ ഭഗവാന്റെ സൃഷ്ടിയായ ഭഗവാന്റെ പ്രിയ പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചുവെങ്കിലും ഭഗവാൻ അതിനെ വീണ്ടെടുക്കാൻ പോയിട്ടുണ്ട്. തന്നെയല്ല, ഹിരണ്യാക്ഷന് വൈകുണ്ഠത്തിലേക്ക് തിരിച്ച്, അതായത് ഈ ജന്മം വെടിയാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ വരുമ്പോഴേക്ക് ഇവിടെ വേണ്ട കളം തയ്യാറായിരിക്കണം, ഒരു യുദ്ധത്തിന് വേണ്ട കളം തയ്യാറാക്കി നിർത്തണം. അതിനു വേണ്ടിയാണ് ശ്രീനാരദ മഹർഷി വന്ന് ഹിരണ്യാക്ഷനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞേ? അല്ലയോ രാജാവേ, അങ്ങയുടെ ഭൂമിദേവിയെ, ഭൂമി ഹിരണ്യാക്ഷൻ്റെ സ്വന്തമല്ല എന്ന് ആ ഒരു അജ്ഞാന അന്ധകാരത്താൽ മൂടിയിരുന്ന ഹിരണ്യാക്ഷന്, തമോ ഗുണം കൊണ്ട് വല്ലാതെ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന ഹിരണ്യാക്ഷന്, അതിൻ്റെ ആ ഒരു തള്ളലിലാണ് ഹിരണ്യാക്ഷൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഹിരണ്യാക്ഷന് അത് മനസ്സിലാക്കാനുള്ള ഒരു നേർബുദ്ധി ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങയുടെ ഭൂമിദേവിയെ ആ മായാവിയായ ആ വിഷ്ണു വന്നിട്ട് എടുത്തിട്ട് പോകുന്നു. ഇതെന്താണ് രാജാവേ ഇങ്ങനെ? ഇതെന്ത് കഷ്ടമാണ്, ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഹിരണ്യാക്ഷനെ ഒന്നുകൂടി പ്രകോപിപ്പിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ അങ്ങനെ അവനെവിടെ എന്ന് തൻ്റെ ഉള്ളിൽ ഉദിച്ചു വന്ന ആ കോപം മുഴുവൻ പുറത്തേക്ക് ഇട്ടുകൊണ്ട്, തൻ്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് ഉച്ചത്തിൽ അലറി വിതറിക്കൊണ്ട് ഹിരണ്യാക്ഷൻ അങ്ങനെ അപ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ശ്രീ നാരദ മഹർഷി കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞ മുനിനാ ദർശിത പഥോ, ആ വഴിയിലൂടെ പൊയ്ക്കോളൂ, കാണാം വിഷ്ണുവിനെ, തൻ്റെ ഭൂമിയെ, അല്ലയോ രാജാവെ, അങ്ങയുടെ ഭൂമിയെ ഹരിച്ചുകൊണ്ട് പോകുന്ന വിഷ്ണുവിനെ കാണാമെന്ന് ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ പോയപ്പോൾ അവിടെ അതാ കാണുന്നത്, ഈ ഭൂമിയെ ജലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്ന ഭഗവാനെ അങ്ങയുടെ അടുത്തേക്കാണ് ഹിരണ്യാക്ഷൻ ശ്രീ നാരദ മഹർഷിയുടെ നിർദ്ദേശത്താൽ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്ര കാലവും ഹിരണ്യാക്ഷൻ ആരെയാണോ തേടി നടന്നിരുന്നത്, ആ ഭഗവാനിലേക്ക് എത്താനുള്ള വഴിയാണ് ശ്രീനാരദ മഹർഷി കാണിച്ചു കൊടുത്തത്. അപ്പോൾ സത്യത്തിൽ ഹിരണ്യാക്ഷനെ പ്രകോപിപ്പിച്ചതും ഭഗവാനെ നിന്ദിക്കും വിധത്തിൽ പറഞ്ഞതും അത് ആ കാപട്യം നിറഞ്ഞ കപടശാലിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയുടെ ഒരു തന്ത്രമായിരുന്നു. എന്തിന്? ഇനിയും ഹിരണ്യാക്ഷന് ഭഗവാനെ തേടി അലയണ്ട, ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗദിതഃ നദൻ ക്വാസൗ ക്വാസാവിതി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദകാത്. ഈ ഒരു ശ്ലോകത്തിൽ കുറച്ചധികം പദങ്ങൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ രണ്ടാമത്തെ വരിയിൽ പ്രഭോ കഷ്ടം കഷ്ടം, അത് കഴിഞ്ഞാൽ കിമിത മീതി, അവിടെ കിമിത മീതി ആകരുത്, കിമിത മീതി. അതുപോലെ തേനാഭിഗദിത, തേന അഭിഗദിത. അപ്പോൾ അവിടെ ആ തേനാഭിഗദിത അവിടെ ഒരു അകാരം കൊടുത്ത് വായിക്കുക. അതേപോലെ മൂന്നാമത്തെ വരി വരുമ്പോൾ അത് ചേർത്ത് തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. നദൻ ക്വാസൗ ക്വാസാവീതി സമുനിനാ ദർശിത പഥോ.
അതല്ല എങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി പറയട്ടെ, നദൻ ക്വാസൗ ക്വാസൗ എന്നെടുക്കുക. എന്നിട്ട് ഇതി സമുനിനാദർശിത പഥോ എന്ന് വായിക്കുക. അല്ല, ക്വാസൗ ക്വാസ എന്ന് നിർത്തരുത്, അങ്ങനെ പിരിക്കുകയും അരുത്. അടുത്ത വരിയിൽ സംപ്രാപദ്ധരണിധരമുദ്യന്തമുദകാത്ത്, അതത്രയും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. അവിടെയും സംപ്രാപദ്ധരണിധരം ഉദ്യന്തം ഉദകാതാണ്, അതുകൊണ്ട് മായ്ക്ക് ഉകാരം കൊടുക്കുക. സംപ്രാപദ്ധരണിധരമുദ്യന്തമുദകാത്ത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള. പിന്നെയൊന്ന് നമ്മൾ രണ്ടാമത്തെ വരിയുടെ അവസാനം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ, അവിടെ ഒരു വിസർഗമുണ്ട്, താ കഴിഞ്ഞിട്ട് പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.